നമസ്കാരം. ആൽഫ പാലിയേറ്റീവ് കെയർ ഡെയിലി ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ആൽഫ തൃശൂർ സെന്റർ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളുടെയും സ്റ്റാഫിന്റെയും സംയുക്ത യോഗം നാളെ ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് സെന്ററിൽ ചേരുമെന്ന് സെക്രട്ടറി CK സജീവ്, പ്രസിഡന്റ് തോമസ് തോലൻ എന്നിവർ അറിയിച്ചു. ഓഗസ്റ്റ് 9-ന് സെന്റർ സംഘടിപ്പിക്കുന്ന രോഗി പരിചാരക പുനർജനി സംഗമവും മറ്റു വിഷയങ്ങളും ചർച്ച ചെയ്യുന്നതിനാണ് പ്രധാനമായും യോഗം വിളിച്ചിട്ടുള്ളത്. ആൽഫ കുട്ടനാട് സെന്റർ എക്സിക്യൂട്ടീവ് കമ്മിറ്റി യോഗം നാളെ ഉച്ചയ്ക്ക് 2 മണിക്ക് സെന്ററിൽ ചേരും. തുടർന്ന് 3 മണിക്ക് കമ്മിറ്റി അംഗങ്ങളുടെയും സ്റ്റാഫിന്റെയും സംയുക്ത അവലോകന യോഗവും നടക്കുമെന്ന് സെക്രട്ടറി അറിയിച്ചു. സെന്ററിന്റെ പുതിയ കെട്ടിട നിർമ്മാണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ഫണ്ട് സമാഹരണവും യോഗം ചർച്ച ചെയ്യും. തൃശൂർ എൽത്തുരുത്ത് സെന്റ് അലോഷ്യസ് കോളേജിലെ SAPC ആരുഷ് ക്ലബിന്റെ പുതിയ അധ്യയന വർഷത്തെ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചു. പ്രിൻസിപ്പൽ ED ഡയസ് ക്ലബ് പ്രവർത്തനങ്ങൾ ഉദ്ഘാടനം ചെയ്തു. പുതിയ അംഗങ്ങൾക്കായി പാലിയേറ്റീവ് ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചു. SAPC ചീഫ് കോർഡിനേറ്റർ ഫാബിൻ ബേബി വിഷയാവതരണം നടത്തി. തൃശൂർ സെന്റർ പ്രസിഡന്റ് തോമസ് തോലത്ത്, സെക്രട്ടറി CK സജീവ്, അധ്യാപകനും ക്ലബിന്റെ കോർഡിനേറ്ററുമായ ജെയ്സൺ ജോസ്, കമ്മ്യൂണിറ്റി വെൽഫെയർ ഓഫീസർ വിസ്മയ വേണുഗോപാൽ, ക്ലബ് കോർഡിനേറ്റർ ഡോക്ടർ മെറിൻ ജോ എന്നിവരും സംസാരിച്ചു. ആൽഫ ചാലക്കുടി സെന്റർ എക്സിക്യൂട്ടീവ് കമ്മിറ്റി യോഗം പ്രസിഡന്റ് പൗലോസിന്റെ അധ്യക്ഷതയിൽ ചേർന്നു. അന്തരിച്ച മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദന് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് യോഗം ആരംഭിച്ചു. സെക്രട്ടറി ഉഷാദേവി റിപ്പോർട്ടും കണക്കും അവതരിപ്പിച്ചു. കെട്ടിട നിർമ്മാണത്തിന്റെ ധനസമാഹരണത്തെ പറ്റി യോഗം ചർച്ച ചെയ്തു. സ്റ്റിയറിംഗ് കമ്മിറ്റി അംഗമായ മേരി ലൂയിസ് കെട്ടിട നിർമ്മാണത്തിനായി തന്റെ മകൾ സംഭാവന ചെയ്ത 25,000 രൂപയുടെ ചെക്ക് പ്രസിഡന്റിനെയും സെക്രട്ടറിയെയും ഏൽപ്പിച്ചു. ഗവേണിംഗ് കൗൺസിൽ മെമ്പർ ഇന്ദിര ശിവരാമൻ സെന്ററിൽ ഓജസ്, രണ്ടാമത്തെ ഹോം കെയർ എന്നിവ ആരംഭിക്കുന്നതിന്റെ ആവശ്യകതയെപ്പറ്റി പ്രതിപാദിച്ചു. സിസ്റ്റർ ബിനി, ഫിസിയോതെറാപ്പിസ്റ്റ് ശാലു എന്നിവർ പേഷ്യന്റ് കെയർ റിപ്പോർട്ടുകൾ അവതരിപ്പിച്ചു. വൈസ് പ്രസിഡന്റുമാരായ AL കൊച്ചപ്പൻ, റോസി ലാസർ, മേരി നവൻ, ജോയിന്റ് സെക്രട്ടറിമാരായ ജോർജ് തോമസ്, സെൻട്രൽ കൗൺസിൽ മെമ്പർ ലൂക്കോസ് തങ്കച്ചൻ തുടങ്ങിയവർ പങ്കെടുത്തു. ഇതോടെ വാർത്തകൾ അവസാനിക്കുന്നു. ജയ് ഹിന്ദ്.